ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിൽ ഓപ്പണർ എന്ന നിലയിൽ നിരാശപ്പെടുത്തുന്ന ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് അടുത്ത 2 മത്സരങ്ങളിൽ കൂടി അവസരം നൽകണമെന്ന് മുൻ ഇന്ത്യൻ താരം അശ്വിൻ ആവശ്യപ്പെട്ടു. തുടർച്ചയായ മോശം പ്രകടനങ്ങൾക്കിടയിലും നിലവിലെ സാഹചര്യത്തിൽ ഗില്ലിനെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നത് ശരിയായ നടപടിയായിരിക്കില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തന്നെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അശ്വിൻ. പരമ്പരയിലെ അവസാന 2 മത്സരങ്ങളിലും ഗില്ലിന് ഫോമിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കുകയെന്ന ബുദ്ധിമുട്ടേറിയ തീരുമാനം ടീം മാനേജ്മെന്റ് എടുക്കേണ്ടതുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഗില്ലിനെ ഉടൻ ഒഴിവാക്കുന്നത് ശരിയല്ലെന്ന് അശ്വിൻ ഊന്നി പറഞ്ഞു. ഇതിന് പ്രധാന കാരണം ഗിൽ വെറുമൊരു ഓപ്പണർ മാത്രമല്ല, ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് എന്നുള്ളതാണ്. ഒരു പരമ്പരക്കിടെയും വൈസ് ക്യാപ്റ്റനെ തഴയുന്നത് ടീമിന് നല്ല സന്ദേശമായിരിക്കില്ല നൽകുക എന്നും അദ്ദേഹം വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 5 മത്സര പരമ്പരയിലെ അടുത്ത 2 കളികളിൽ കൂടി ഓപ്പണർ എന്ന നിലയിൽ തിളങ്ങാൻ ഗില്ലിന് അവസരം നൽകണം. ഈ 5 മത്സരങ്ങളിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഗില്ലിന് സാധിച്ചില്ലെങ്കിൽ മാത്രം അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാകും ഉചിതമെന്നും അശ്വിൻ നിർദ്ദേശിച്ചു. 2 മാസം മാത്രം അകലെ നിൽക്കുന്ന ലോകകപ്പിന് മുമ്പായി ഇന്ത്യ അവരുടെ ഏറ്റവും മികച്ച പ്ലേയിങ് 11 ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നത് ശുഭസൂചനയല്ലെന്ന് അശ്വിൻ ആശങ്ക പ്രകടിപ്പിച്ചു. ലോകകപ്പിന് മുമ്പെങ്കിലും ശക്തമായ ഒരു പ്ലേയിങ് 11 കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ ബൗളർമാരുടെ കാര്യത്തിൽ തനിക്ക് ആശങ്കകളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹർഷിത് റാണയും തന്റെ മികവ് പുറത്തെടുക്കാൻ തുടങ്ങിയതോടെ ബൗളിംഗ് നിരയുടെ കാര്യത്തിൽ സംശയങ്ങളില്ല. ലോകകപ്പിന് മുമ്പുള്ള പ്രധാന ചോദ്യം വൈസ് ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ റൺ എടുക്കുന്നില്ല എന്നതാണ്. ഗിൽ തന്നെ ഓപ്പണറായി തുടരണോ അതോ മലയാളി താരം സഞ്ജു സാംസണെ ഓപ്പണറായി തിരിച്ചു വിളിക്കണോ എന്നതാണ് പ്രധാന ചർച്ചാ വിഷയം. ഗില്ലിന്റെ ഫോമില്ലായ്മ കാരണം അശ്വിൻ പങ്കുവച്ച മറ്റൊരു ആശങ്ക ശ്രദ്ധേയമാണ്. ടീമിലെ ഓപ്പണർ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന മത്സരങ്ങളിൽ ഗിൽ കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമോ? അങ്ങനെയൊന്ന് ഒരിക്കലും സംഭവിക്കരുതെന്നും അശ്വിൻ അഭ്യർത്ഥിച്ചു. ഈ വർഷം T20 ക്രിക്കറ്റിൽ ഓപ്പണറായി തിരികെ എത്തിയ ശുഭ്മാൻ ഗിൽ 24.25 ശരാശരിയിലും 137.26 സ്ട്രൈക്ക് റേറ്റിലും വെറും 291 റൺസാണ് നേടിയത്. ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ അദ്ദേഹത്തിനായിട്ടില്ല. അതേസമയം ഓപ്പണറായി മികച്ച പ്രകടനം നടത്തി 3 സെഞ്ചുറി നേടിയ മലയാളി താരം സഞ്ജു സാംസണെ പുറത്തിരുത്തിയാണ് നിലവിൽ ഗില്ലിന് ഓപ്പണറായി തുടർച്ചയായി അവസരം നൽകുന്നതെന്ന വിമർശനവും ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് ഗില്ലിന് 2 മത്സരങ്ങൾ കൂടി അവസരം നൽകണമെന്ന അശ്വിന്റെ പ്രതികരണം വരുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെന്റ് യുവ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തെക്കുറിച്ചും ലോകകപ്പിനുള്ള പ്ലേയിങ് 11 കുറിച്ചും ഒരു തീരുമാനം എടുക്കേണ്ട നിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്.